ഹലോ ഗെസാറോസിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ പട്ടായയിൽ നിന്ന് നമ്മൾ ബാങ്കോക്കിലേക്ക് പോകുന്ന കാഴ്ചകളാണ്. ബാങ്കോക്കിലെ മഹാനഖാൻ എന്നുള്ളൊരു ബിൽഡിങ്ങിൻ്റെ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അത് തന്നെ നമ്മുടെ ബാങ്കോക്കിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആണ്. നമുക്കിപ്പോൾ അവിടേക്ക് പോകാനായിട്ട് നമ്മൾ ആദ്യം അവിടെ നിന്ന് ജോംതീം ബസ് സ്റ്റാൻഡിൽ അവിടെ നിന്നാണ് പോകുന്നത്. ജോംതീം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഇതേപോലെ ബസ് എപ്പോഴും ഓരോ അരമണിക്കൂർ ഇടവിട്ട് ഇവിടെ കാണുന്നതായിരിക്കും. ഇതാണ് നമ്മൾ സുവർണ്ണഭൂമി എയർപോർട്ടിലേക്ക് പോകാനുള്ള അവിടുത്തെ ബസ് സ്റ്റേഷൻ. നമ്മളിവിടെ പട്ടായയിൽ നിന്ന് സുവർണ്ണഭൂമി പോയിട്ടാണ് നമ്മൾ ബാങ്കോക്കിലേക്ക് പോകുന്നത്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ടിക്കറ്റ് റേറ്റ് വന്നിട്ട് 143 ബാത്താണ്. ടിക്കറ്റ് എടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ടിക്കറ്റിൽ നമ്മൾ പോവേണ്ട ബസ്സിൻ്റെ ടൈം കാണും. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി എന്നിട്ട് നമ്മൾ പട്ടായയിൽ നിന്നും ഏതാണ്ട് 2.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ സുവർണ്ണഭൂമി എയർപോർട്ടിൻ്റെ അവിടെ എത്തുന്നത്. ഇതാണ് നമ്മുടെ പട്ടായയിൽ അവിടുത്തെ പ്രധാന കാഴ്ചകൾ. നമ്മളിവിടെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു 2.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ പട്ടായയിലെ സുവർണ്ണഭൂമി എയർപോർട്ടിൻ്റെ അവിടെ എത്തും. അവിടുന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ പോയിട്ട് നമ്മൾ അവിടുത്തെ മെട്രോ യൂസ് ചെയ്തിട്ടാണ് കിങ് മഹാനഖാനിൽ അവിടെ എത്തുന്നത്. അത് നമ്മുടെ ബാങ്കോക്കിലെ ടോളസ്റ്റ് ബിൽഡിംഗ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ തായ്ലൻഡിലെ സുവർണ്ണഭൂമി എയർപോർട്ടിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഏറ്റവും താഴത്തെ ഫ്ലോറിലുള്ള ബേസ് ഫ്ലോറിലാണ് നമ്മൾ അവിടെ എത്തേണ്ടത്. ആ ബേസ് ഫ്ലോറിൽ ചെന്നതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഈ മഹാനഖാനിൻ്റെ അവിടെ എത്താനായിട്ട് നമ്മൾ ആദ്യം ചെല്ലേണ്ടത് സുവർണ്ണഭൂമി എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് പായ്തായ് എന്നുള്ളൊരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് വേറെ മെട്രോ യൂസ് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് പോവേണ്ടത്. നമ്മളിപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സുവർണ്ണഭൂമി എയർപോർട്ടിൻ്റെ അവിടുത്തെ ബേസിൽ പോയിട്ട് നമ്മുടെ പായ്തായ് എന്നുള്ള സ്ഥലത്തിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ആണ് എടുക്കാൻ. ഇവിടെ നിന്ന് അവിടെ വരെ പോകാനുള്ള ടിക്കറ്റിൻ്റെ റേറ്റ് വന്നിട്ട് 45 ബാത്താണ്. അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പി അതായത് 102 രൂപയാണ്. ഒരു 33 മിനിറ്റിനകത്ത് നമ്മൾ അവിടെ എത്തുന്നതായിരിക്കും. നമ്മളവിടുത്തെ ടിക്കറ്റ് എടുത്തു. ഇതാണ് അവിടുത്തെ ഒരു പാസ്. ഇതൊരു BTS എന്നാണ് ഇത് പറയുന്നത്. ഈ BTS എന്ന് ഇവിടെ പറയുന്നത് ബാങ്കോക്ക് മാസ് ട്രാൻസിറ്റ് സിസ്റ്റം എന്നാണ്. ഇവിടെ എല്ലാവരും നല്ല കിടിലം ഡിസിപ്ലിനൊക്കെ ആയിട്ടാണ് നമ്മളിവിടെ മെട്രോ കയറാനായിട്ട് നിൽക്കുന്നത്. അതുമാത്രമല്ല നമുക്ക് ഇവിടെ നിന്ന് മൊത്തം 8 സ്റ്റോപ്പാണുള്ളത്. ആ 8 സ്റ്റോപ്പിൽ എത്താനായിട്ട് ഏതാണ്ട് 33 മിനിറ്റ് എടുക്കുകയുള്ളൂ. അങ്ങനെ ഈ BTS നമ്മുടെ ബാങ്കോക്കിൽ മൊത്തം 48 സ്റ്റേഷനുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും കണക്ട് ചെയ്ത് നമുക്ക് കയറാം. എല്ലാ അടുത്തടുത്തുള്ള ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ നമുക്ക് പോയിട്ട് വരാവുന്നതാണ്. അങ്ങനെ ഇരിക്കെ നമുക്ക് പോകേണ്ട മെട്രോ വന്നു. നമുക്കിപ്പോൾ മെട്രോയ്ക്കകത്ത് കയറാം. അതിനകത്ത് കയറുന്ന മുമ്പ് ഇവർ എല്ലാവരും അകത്തുനിന്നുള്ളവരെല്ലാവരും വെളിയിൽ ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് നമുക്ക് അകത്ത് കയറാവുള്ളൂ. നമ്മൾ ഇവിടുത്തെ പോലെ എല്ലാവരും തള്ളനും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ സുവർണ്ണഭൂമി എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് നമ്മൾ ടാക്സിയാണ് ബുക്ക് ചെയ്യണമെങ്കിൽ ഏതാണ്ട് 500 ബാത്താവും. അതായത് നമ്മുടെ നാട്ടിലെ 1200 രൂപയാവും. പക്ഷെ നമ്മൾ മെട്രോ യൂസ് ചെയ്യുമ്പോഴത്തേക്കും വേറെ 102 രൂപയാവുള്ളൂ. അങ്ങനെ നമുക്ക് ഈ മെട്രോയ്ക്കകത്ത് കയറാം. ഈ മെട്രോയ്ക്കകത്ത് കയറിയതിന് ശേഷം നമ്മുടെ സ്റ്റോപ്പ് വന്നിട്ട് A8 എന്നുള്ളൊരു സ്റ്റോപ്പാണ്. പായ്തായ് എന്നാണ് ആ ലൊക്കേഷൻ്റെ പേര്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് അധികം ആൾക്കാരൊന്നും അധികം ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇരുന്ന് പോകാൻ പറ്റി. നല്ല കിടിലൻ സ്പീഡിലും കൂടെയാണ് നമ്മുടെ ഈ മെട്രോ ഇത് പോകുന്നത്. അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബാങ്കോക്കിലേക്ക് പോകുന്ന ആ ഒരു കാഴ്ചകളും അവിടുത്തെ റോഡിൻ്റെ ഫെസിലിറ്റീസും അതൊക്കെ നമുക്ക് ഈ മെട്രോയിൽ ഇരുന്ന് തന്നെ കണ്ട് മനസ്സിലാക്കുന്നതാണ് എത്ര കിടിലമാണെന്ന്. അങ്ങനെ ഏതാണ്ട് 1/2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മളിവിടെ പായ്തായിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വേറെ മെട്രോ യൂസ് ചെയ്തിട്ട് അവിടെ നിന്നും പിന്നെ വേറെ മെട്രോ യൂസ് ചെയ്ത് നമുക്ക് മഹാനഖാൻ അവിടെ നമുക്ക് പോകുന്നതാണ്. പക്ഷേ നമ്മളിപ്പം ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നടന്നു പോകാനാണ് ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സിറ്റിയിലൂടെ. കിങ് മഹാനഖാൻ അവിടുത്തെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെ എത്താനായിട്ട് ന്യോൺസി എന്നുള്ളൊരു മെട്രോ സ്റ്റേഷനിൽ അവിടെയാണ് നമ്മൾ ഇറങ്ങേണ്ടത്. പക്ഷേ നമ്മളിപ്പം നടന്നു പോകുന്നതുകൊണ്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ കംപ്ലീറ്റും ഈ മെട്രോ യൂസ് ചെയ്തിട്ടായിരിക്കും. അതിൻ്റെ കാഴ്ചകൾ നമ്മൾ വരുന്ന വീഡിയോസിൽ വരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ ആ ബാങ്കോക്കിൽ അവിടുത്തെ ആ ഒരു നഗര കാഴ്ചകൾ. നല്ല കിടിലം വൈബൊക്കെയാണ്. നല്ല ക്ലീൻ ആയിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇറങ്ങി പായ്തായ് BTS എന്നുള്ള ആ മെട്രോയിൽ അവിടെ നിന്ന് ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ ഈ മഹാനഖാൻ എന്നുള്ള ഈ ബിൽഡിങ്ങിൻ്റെ അവിടെ എത്താൻ. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ കുറേ പോയിൻ്റ് എത്തിയപ്പോഴത്തേക്ക് നമുക്കിവിടെ ബാങ്കോക്ക് എന്നുള്ളൊരു പോയിൻ്റ് ഉണ്ട്. നമുക്കിവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇതിന് തൊട്ട് സൈഡിൽ നമുക്കിവിടെ മെട്രോ ഉണ്ട്. നമുക്ക് ആ മെട്രോ യൂസ് ചെയ്തിട്ട് നമുക്ക് പോകാവുന്നതാണ്. ഇവിടെ നിൽക്കുമ്പോൾ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഇവിടെ നിന്നോട്ട് നമുക്ക് ആ മഹാനഖാനിൻ്റെ ആ ഒരു ബിൽഡിങ് നമുക്കിവിടെ നിന്ന് കാണാവുന്നതാണ് അങ്ങ് ദൂരെ. അത് കാണുമ്പോൾ തന്നെ നല്ലൊരു കിടില ഫീലായിരിക്കും. ഞാനിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മൾ ടെലിഗ്രാമിൽ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും. അതിൻ്റെ അവിടെ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ബാങ്കോക്കിൻ്റെ ആ ഒരു കാഴ്ച കാണാൻ തന്നെ ഒരു കിടില വ്യൂ ആണ് ഉള്ളത്. ആ ഒരു വണ്ടികളുടെ ആ ഒരു ഡിസിപ്ലിനും ആ ഒരു ഇവിടുത്തെ ട്രാഫിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കിടിലം ട്രാഫിക്കാണ് ഇവിടുത്തെ. അതായത് നമ്മൾ ഈ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ സൈഡിൽ നിന്നുള്ള വണ്ടികളൊന്നും ഇടയ്ക്ക് കയറി കുറുകെ കയറാനോ അങ്ങനത്തെ ഈ റഷും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും നല്ല കറക്റ്റ് ഡിസിപ്ലിനിലാണ് ഇവിടുത്തെ വണ്ടികളൊക്കെ പോകുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നടന്നതിന് ശേഷം നമ്മൾ മഹാനഖാൻ ബിൽഡിങ്ങിൻ്റെ അവിടെ എത്തി.
അങ്ങനെ നമ്മൾ മഹാനക്കോണിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ താഴത്തെ സെക്ഷനിലെത്തി. ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് നമുക്ക് ഈ മെട്രോ ഉള്ളത്. ഈ ചോങ് നോയ്സി എന്നുള്ള മെട്രോ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് നമുക്ക് അകത്തേക്ക് കയറാം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ പ്രധാന കാഴ്ചകൾ. എല്ലാവരും ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടൊക്കെ സോളോ ആയിട്ടൊക്കെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ തുടർഭാഗം നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക്